ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് വീട്ടിൽ പോകാനാണോ? ഒന്ന് കൊണ്ടുപോകാൻ ചേട്ടാ. അടുത്ത ആഴ്ച പോകാം നമുക്ക്. അടുത്ത ആഴ്ച പോകണ്ടെങ്കിൽ നാളെ പോണം. എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മേനെയും കാണണം. നീ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിൽ പോയി കണ്ടത്. അല്ല എനിക്ക് ഇപ്പൊ കാണണം. അമ്മക്ക് വയ്യാന്ന് പറഞ്ഞു. ആഴ്ച വയ്യെന്നാര് പറഞ്ഞു? അമ്മ വിളിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച പോകാം. എന്താ വിളിച്ചേട്ടാ? എപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ തന്നെയല്ലേ പോയിരിക്കുന്നേ? ഒന്ന് കുറച്ച് 2 ദിവസം എന്റെ വീട്ടിൽ ഞാൻ ഒരു പഞ്ചായത്ത് മുമ്പ് പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പിന്നെ വേറെ എവിടെ പോയിരിക്കേ? നിങ്ങളൊരു കാര്യം ചെയ്യും, പഞ്ചായത്ത് ഓഫീസിൽ ഒരു മുറി എടുത്തിട്ട് അവിടെ താമസിച്ചോ. നാക്ക് കുറച്ച് കൂടുന്നുണ്ട്. നീ കാര്യം മനസ്സിലാക്കുക. എടി സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല പഞ്ചായത്ത് മുമ്പ് എന്നുള്ളത് മനസ്സിലായ? നിങ്ങളോട് ആരും പഞ്ചായത്ത് ഓഫീസിൽ തലേ വെക്കാൻ പറഞ്ഞ മര്യാദയ്ക്ക് അവിടെ ഗൾഫിൽ ജോലി ചെയ്തിരുന്നാൽ മതിയായിരുന്നില്ലേ? അതെന്റെ ഇഷ്ടം, ഞാൻ നോക്കിക്കോളാം. എനിക്കിത് ഇഷ്ടമല്ല. ഇപ്പൊ ഏത് നേരം എനിക്ക് എന്റെ ആവശ്യത്തിനൊന്നും അമ്പിളിച്ചേട്ടന് കിട്ടുന്നില്ല. നീ നിന്റെ ജോലി വാങ്ങി പണിയാവട്ടെ. എന്താ അമ്പിളിച്ചേട്ടൻ എന്ത് പറഞ്ഞാലും ഒക്കെ റിജക്ട് ചെയ്തോണ്ടിരിക്കും. എന്തൊരു ദേഷ്യത്തില കഴിഞ്ഞ സംഭവം വരുന്നല്ലോ. വേറെ കാര്യമുണ്ട്. അവര് പെണ്ണുങ്ങളായോണ്ട് അവരെ പരിപാടിക്ക് ഇച്ചിരി ഇത് വന്നാലും ആരും കൂവൊന്നുമില്ല. നമ്മുടെ നാടകത്തിന് നരരാജ ഡയലോഗ് ഒക്കെ കൃത്യമായിട്ട് നീ പറയണം. അത് ഞാൻ പറയാം. ഇവര് മൊത്തം നിക്ക സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാത്ത കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ എന്തെങ്കിലും തല്ലു പിടിച്ചോന്ന്? ഞങ്ങളെന്ത് പറയാൻ, ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലേ. ഈ ലോകത്ത് ഏറ്റവും പാവം ഭർത്താവ് എന്ന് പറഞ്ഞ അമ്പിളിക്കുട്ടനാണ്. ഭാര്യ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും. ഭാര്യ ഇതുപോലെ വേറെ ആരും നോക്കൂലെന്ന് കുറച്ച് മുമ്പ് ഇവിടെ കാണണമായിരുന്നു. എന്തായിരുന്നു കണ്ട സാക്ഷികളാണ്. അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. ഏത് വീട്ടില്? ഓ ഇവിടെ പിന്നെന്താ? പിന്നെ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താ കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. എന്താ മൂന്നുപേരും കൂടി ഇവിടെ അല്ലല്ലോ സാധാരണ കൂടല്. നിങ്ങൾ നാടകം പ്ലാൻ ചെയ്യായിരുന്നു. ഓ പഞ്ചായത്ത് കലാമേളക്ക് കളിക്കാൻ നായകൻ ആണല്ലോ. നല്ല നടനാ, എല്ലാ വേഷവും ചെയ്യും. നല്ല ബെസ്റ്റ് ആക്ടറാണ്. അതെനിക്ക് അറിയാലോ, പറയണ്ടല്ലോ. കളിച്ചല്ലേ നടത്തണം കേട്ടോ. പാടുന്നുണ്ടാ? കലക്കാം. അങ്കം നിന്നെ നാക്കിട്ട് പോയതാണല്ലോ. നിനക്കങ്ങനെ തോന്നിയാ? എനിക്കങ്ങനെ തോന്നിയത്. അത് നിന്റെ തോന്നലിന്റെ കുഴപ്പമോ? എന്റെ തോന്നലെന്താ കുഴപ്പം? എനിക്ക് തോന്നിയത് എന്റെ ഭാര്യ എന്നെ പുകഴ്ത്തിയതായിട്ടാണ്. ഇതാണ് പറയുന്നത്, ഓരോരുത്തന്മാരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പങ്ങളാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ചിലപ്പോ ആയിരിക്കും. നിനക്ക് തോന്നി നടരാജ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്, നിനക്ക് എപ്പോഴും മോശപ്പെട്ട കാഴ്ചപ്പാടാണല്ലോ. സംഗതി അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവര് റിഹേഴ്സലൊക്കെ കൂടിയിട്ട് അവര് തിരുവാതിരയൊക്കെ ഭയങ്കര സംഭവമായിട്ട് നടത്തും. നാടകം എങ്ങാനും തകർന്നു പോയാ ഉണ്ടല്ലോ, പിന്നെ നാട്ടിലും ഇറങ്ങാക്കൂല, വീട്ടിലും കയറാക്കൂല. പറച്ചിലെ പോലെ അത് ചെയ്ത് കാണിക്കണം. എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വരത്തില്ല. ഞാൻ എന്റെ ഡയലോഗ് മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഡയലോഗ്? അതിന് നിനക്ക് ഡയലോഗ് ഇല്ലല്ലോ. ഈ ഊമയല്ലേടേ? ഊമേ? അതെന്തോ? ഞാൻ ആ സ്ക്രിപ്റ്റിലുള്ള സോമന്റെ ഡയലോഗ് മൊത്തം കാണാൻ പഠിച്ചു വെച്ചിരിക്കല്ലേ. 3 ദിവസം എടുത്തു ഡയലോഗ് പഠിക്കാൻ. സോമൻ? ഏത് സോമൻ? നമ്മുടെ നാടകത്തിൽ സോമൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇല്ലല്ലോ. ക്ലീറ്റസേ, നീ കൊടുത്തുവിട്ട സ്ക്രിപ്റ്റ്, നടരാജന്റെ കയ്യിൽ നീ കൊടുത്തുവിട്ട സ്ക്രിപ്റ്റ്. നടരാജൻ, നീ എവിടെ നിന്ന് സ്ക്രിപ്റ്റ് എടുത്തോണ്ടെന്ന്? നമ്മുടെ പാർട്ടി ഓഫീസിൽ മെസ്സേജ് ആകത്തിരുന്നില്ലേ? തൊലച്ച് എടേ, അത് നാളത്തെ മീറ്റിങ്ങിന് സോമന് സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിരുന്ന പ്രസംഗമാണ്. എടാ കഴുത, മറ്റേ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഇപ്പുറത്തെ അലമാരയിലാണ് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. കർത്താവ്, ഇതിപ്പോ തന്നെ തകർന്ന്. എനിക്കൊരു പ്രതീക്ഷയല്ല കേട്ടോ. അതാണോ അപ്പൊ ഞാൻ കാണാതെ പഠിച്ചത്? എത്രയും കഷ്ടമാണ് നിന്റെ കാര്യം. നീ ലോക തോൽവിയായിട്ട് വരുവാണ് കേട്ടോ. ഞാനിപ്പോ വരാമേ, ഒന്ന് വെയിറ്റ് ചെയ്യാം. മെമ്പറില്ലേ മോളെ? ഇല്ല. ഞാനേ ഇവിടെ ഒരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യാനുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണം. അതിന് ഞാൻ മെമ്പറെ കാണാൻ വേണ്ടി വന്നതാ. നമ്പർ ഒന്ന് തരാമോ മെമ്പറുടെ? എൻ്റെ നമ്പർ ഇതിലുണ്ട്. ഒന്ന് വിളിക്കാൻ പറയുമോ വന്നു കഴിഞ്ഞാൽ? എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
ശരി കേട്ടോ പോ. ഇതിൻ്റെ ഒരു നമ്പർ ഉണ്ടേ. അത് ഫോൺ നമ്പർ അല്ലേ? അപ്പോൾ ആ ഫോൺ നമ്പർ വെച്ച് ഒരു പുതിയ നമ്പർ ഒപ്പിക്കും. എന്ത് നമ്പർ? നമ്മുടെ മെമ്പർ അമ്പിളിക്കുട്ടനുണ്ടല്ലോ, അവനെ പൂട്ടാൻ ഞാനൊരു കളി കളിക്കാം. എന്ത് കളി? കബഡി. ഒന്നും മിണ്ടാതിരിടേ. മിണ്ടായിരിക്കും കുറച്ചു നേരം. ഞാനേ ഒരു നമ്പർ ഒന്ന് പ്രയോഗിക്കാന്ന് വിചാരിക്കണം. എന്ത് കാര്യം പറ. അത് വിജയിച്ചു കഴിഞ്ഞാൽ അമ്പിളിക്കുട്ടൻ്റെ കാര്യം ഇതോടുകൂടി പോക്കാം. ഇപ്പോ ഈ സ്ത്രീ സാങ്ഷന് വേണ്ടി വന്നല്ലോ, ഈ നമ്പറിൽ ഞാൻ ആ പെണ്ണുപിള്ളിയെ വിളിക്കും. ഞാൻ മെമ്പർ അമ്പിളിക്കുട്ടനായിട്ട് വിളിക്കും. എന്നിട്ട് അവരുടെ ബിൽഡിങ്ങിന് സാങ്ഷൻ ഞാൻ ശരിയാക്കി തരാം. ഒരു 10,000 രൂപ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറയും. അവർക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നമുക്ക് എടുത്തൂടെ? ഓ, നീ ഒന്നും മിണ്ടാതിരി. എന്താ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണല്ലോ പഞ്ചായത്ത് കലാമേളയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. 3:30 മണി കഴിഞ്ഞു. അപ്പൊ അമ്പിളിക്കുട്ടൻ വീട്ടിൽ കാണില്ലല്ലോ. കാണൂല. മറ്റവള് മാത്രമല്ലേ കാണൂ, രാഖി. അതെ കാണൂല. അപ്പോഴേക്ക് ഈ സ്ത്രീ കാശുമായിട്ട് ഇവിടെ വരുമ്പോ നമ്മൾ ആ സമയം ഇവിടെ കാണും. കാശ് രാഗി കയ്യിലോട്ട് അങ്ങ് മേടിക്കും. അവൾ ഇച്ചിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. കാശ് കയ്യിൽ മേടിക്കുന്നത് നമ്മൾ ചാടി വീഴുന്നു, പിടിക്കുന്നു, ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടുന്നു. മെമ്പർ അമ്പിളിക്കുട്ടൻ ഈ വീടിന്റെ സാങ്ഷന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു. ഈ ഐഡിയ ഒക്കെ കൊള്ളാം. ഇത് വർക്കൗട്ട് ആവൂ? വർക്കൗട്ട് ആവാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കണേ. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വയ്യാത്തോണ്ടല്ല. പക്ഷെ നിങ്ങൾ പണ്ട് ഇതുപോലെ ഒരു കൈക്കൂലി കേസ് എന്ന് പറഞ്ഞ് അവസാനം മൊബൈലിലൊക്കെ പിടിച്ചിട്ട് നാറിയത് ഓർമ്മയുണ്ടല്ലോ. അത് പിന്നെ അവളെ ബന്ധുവാണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. ഇതിപ്പം ഒരു പരിചയമില്ലാത്ത ഒരാൾ സാങ്ഷന് വേണ്ടി വന്നതാണല്ലോ. ഇതിപ്പോ കാര്യം സാധിക്കാനുണ്ട്. അപ്പൊ ഇത് അമ്പിളിക്കുട്ടനെ നമ്മൾ ഈ ഇതിട്ടങ്ങ് പൂട്ടും. അതോടുകൂടി ആ മെമ്പർ അമ്പിളിക്കുട്ടൻ എല്ലാം അവസാനിച്ച് തിരിച്ച് ഗൾഫിലേക്ക് പോകും. പിന്നെ അങ്ങോട്ട് പുതിയ ഇലക്ഷനായി, അപ്പൊ കുറെ പിരിവായി. പിരിവെന്നുള്ള ചിന്ത മാത്രമേ നിനക്കുള്ളൂ അല്ലേ? പിരിക്കാം. ഞാനതല്ല, അങ്ങനെ പ്ലീറ്റ് വീണ്ടും മെമ്പർ ആവണത് ആലോചിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കും. സാറേ, ഹലോ, കേൾക്കാമോ? ടീച്ചർ റേഞ്ചുള്ളിടത്തോട് നിൽക്ക്. അതെ, ഞാനിന്നലെ പെണ്ണുപിള്ളയെ വിളിച്ചു. ഒരു രീതിയിൽ അടുക്കണില്ല. ഇല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിച്ചില്ല. കാശുമായിട്ട് വന്നാലേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് ഞാൻ അങ്ങോട്ട് ശക്തമായിട്ട് പറഞ്ഞു. പിന്നെ സമ്മതിച്ചു. പിന്നെ സമ്മതിക്കായിരിക്കുമോ? ക്ലീറ്റസിനോടാണ് ആ കളി. അപ്പം നാളെ 3-3:30 ഉള്ളിൽ കാശുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്കവും തക്കളിയും കൂടെ തിരുവാതിരയ്ക്ക് പോവേ. അതിൻ്റെ ഇത് നടക്കല്ലേ ക്ലാസ്. അപ്പം പിന്നെ മറ്റോള് മാത്രമേ കാണൂ, രാഖി. ഞാനിവിടെ ഉണ്ടാവുമല്ലോ. നീ നട്ടരാനും കൂടെ നേരത്തെ പോരണം. എന്നാലേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്ലാൻ ചെയ്യാൻ പറ്റൂ. ഇല്ല, അവർ പോവും. അവർ ഡാൻസ് ക്ലാസ്സിന് പോകൂടാ. ഓക്കെ, ശരി. ഓക്കെ സാർ, എല്ലാം പറഞ്ഞ പോലെ. ഡാഡി, ഞാനേ ആ ജില്ലാ ആർട്സിന് പാടുന്ന പാട്ട് പാടട്ടെ. എന്തും ജില്ലാ ആർട്സിന്. ഏത് ജില്ല? എന്റെ പൊന്നോളെ ജില്ലയല്ല, പഞ്ചായത്ത് കലാമേള. അവിടെ പാടുന്ന പാട്ട് പാടട്ടെ. എന്തിന്? കേൾപ്പിക്കാൻ. അതിപ്പോ പാടരുത്. ഇപ്പൊ പാടി ഡാഡി അത് കേട്ടാ അവിടെ മൈക്ക് പാടുമ്പോ അപ്പോഴാസ്വദിക്കാൻ പറ്റില്ല. അതിന്റെ സുഖം നഷ്ടപ്പെടും. എന്റെ പൊന്നും മോളെ, അറിഞ്ഞോ അറിയാതെ ഈ പാട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ഒരിടത്തും പോയിരുന്ന് പാടരുത്. അവിടെ പോയിരുന്ന് പാടി അവരെ കേട്ടാ കണ്ടുവെച്ചോളൂ ഈ മക്കളെ. പിന്നെ എങ്ങനെ നാടകം എന്തായി? തീരുവോ? കേറുവോ? നാടകം തട്ടെ കേറണമെങ്കിൽ നിങ്ങളുടെ തിരുവാതിരയ്ക്ക് മുമ്പ് വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നാടകം കയറിയില്ലെന്ന് വരും. നിന്റെ അമ്മയും ടീമുകളും കൂടെ കയറി സ്റ്റേജിൽ കയറി കഴിഞ്ഞ പിന്നെ അത് പൊളിഞ്ഞ് താഴെ പോകും. ശരിയാ, 8 പേരുണ്ട് ഇതേപോലത്തെ. 8 ഉണ്ടോ? അപ്പൊ ഉറപ്പായിട്ട് സ്റ്റേജ് പൊളിഞ്ഞാൽ. തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. കളിയാക്കിക്കൊണ്ടിരുന്നവിടെ. നിങ്ങളുടെ നാടകത്തിനേക്കാൾ എന്തുകൊണ്ട് സൂപ്പർ ഞങ്ങളുടെ തിരുവാതിരയായിരിക്കും. ആണോ? അങ്ങനെ ആയാ നിങ്ങൾക്ക് ഉള്ള. ഇല്ലെങ്കിൽ ചീമുട്ടയും ചെരുപ്പും ഒക്കെ
അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. കളക്ട് ചെയ്യാൻ കുറെ. ഓ ഞങ്ങള് നാടകമെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നാ പ്രാക്ടീസ് ചെയ്തേക്കണ ഇവിടെ? ഹലോ, ഞങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ച് ഇത് കാണാതെ സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങൾ അഭിനയിക്കും. അതാണ് അത് കറക്റ്റ്. കൈ കൊടുക്ക്. എന്തിന്? സിറ്റുവേഷൻ അനുസരിച്ച് അഭിനയിക്കുമല്ലോ. ഞങ്ങൾ വിളിക്കാം. അതെ, വിളിക്കുമ്പോൾ ക്യാമറ കേട്ട് എത്തിക്ക് പോകണം കേട്ടോ. ആ ശരി ശരി. ഓ ഫോൺ എനിക്ക് ഇതാക്കി വെക്കരുത് പ്ലീസ്. ആ ഓക്കെ. ഇവിടെ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ എത്രയായി സമയം? സമയം ഇപ്പം 3:10. ഏതാനും സമയം കൂടി ബാക്കിയുള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ആ സ്ത്രീ വരുന്നു, കാശ് രാഗിയുടെ കയ്യിൽ കൊടുക്കുന്നു. രാഗി കയ്യിൽ കാശ് വാങ്ങണതും ഞാൻ ചാടി അവിടെ വീഴുന്നു, ഞാൻ കൈയോടെ പിടിക്കുന്നു. നീ വിളിക്കേണ്ടത് ബാക്കി പത്രക്കാരെല്ലാം വിളിക്കണം, ചാനലുകാരെയും വിളിക്കും. അൻസാറ് നമ്മളെ എല്ലാ അണികളെയും എത്രയും പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്തോളാം. ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂടണം. പരിസരത്തുള്ള മാക്സിമം ആളുകളെയൊക്കെ അറിയിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിയ വിഷയം പുറത്തു കൊണ്ടുവരണം. അടുത്ത ദിവസത്തെ പത്രത്തിൽ വാർത്ത വരണം. ഭാര്യയുടെ ഒത്താശയോട് കൂടി മെമ്പർ കൈക്കൂലി വാങ്ങി മെമ്പർ അറസ്റ്റ്. പക്ഷെ അളിയ വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്ത് പ്രശ്നം? അതായത് അളിയന്റെ നമ്പറിൽ നിന്നല്ലേ ആ സ്ത്രീയെ വിളിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമായി നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അളിയന്റെ നമ്പറാണ് അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഇത് ചെയ്തതെന്ന് അറിയില്ലേ? ഈ ക്ലീറ്റസ് ഇതുപോലെയുള്ള നാറിയ കളികൾ കളിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ. ഇന്നലെ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ കാണാൻ പോയി. ഞാനിവിടെ ഇതിപ്പോൾ ഒരുത്തൻ അവിടെ ഫോണുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് എക്സ്ക്യൂസ് മീ, എനിക്കൊരു കോള് വിളിക്കണം, ബ്ലഡിന്റെ കേസാണ്, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തൻ ഇന്നെ ഫോൺ വെച്ചല്ലേ ഞാൻ വിളിച്ചത്. പിന്നെ അല്ലാണ്ട് പിന്നെ അത്ര ബുദ്ധിയില്ലാത്ത നിന്നെയൊക്കെ പല കഴുതയല്ല ഞാൻ. ഇനിയിപ്പോൾ വിളിച്ച് എന്തെങ്കിലും പ്രശ്നമായാലും അവനെ വിളിക്കും. അവനെ എന്നെ അറിഞ്ഞൂടെ, എനിക്ക് അവനെ അറിഞ്ഞൂടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും വരില്ല. ഇതിപ്പോ ആ കൈക്കൂലി നമ്മൾ കൊടുക്കുന്ന സമയം കറക്റ്റ് നമ്മൾ പിടിക്കുക. അത് പിടിക്കാം, അത്രേ ഉള്ളൂ. അത് പിടിക്കും. നമ്മുടെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വരില്ല. എങ്ങനെയെങ്കിലും അവനെ ഒന്നും ആളെ ഇറക്കിയെങ്കിലേ ആ പെണ്ണാണെങ്കിൽ ഭയങ്കര ആൾക്കാരിയാണ്. അതൊക്കെ ഇന്നത്തോടെ തീരുമല്ലോ. ദുബായിക്കാരി വന്നിരിക്കും, അവളൊരു പത്രാസും. തള്ളിന്റെ ഉസ്താദാ, തള്ളിന്റെ ദുബായി തള്ളു. സത്യം പറഞ്ഞ എന്റെ തങ്കമായിട്ട് കേട്ടോണ്ടിരിക്കും. ഞാനൊക്കെ ഇറങ്ങിയോളൂ, ഞാൻ ചക്ക മറുപടി കൊടുത്തനാ. തള്ളിന്റെ ഉസ്താദാ, തള്ളിന്റെ ദുബായി തള്ളു. സത്യം പറഞ്ഞ എന്റെ തങ്കമായിട്ട് കേട്ടോണ്ടിരിക്കും. ഞാനൊക്കെ ഇറങ്ങിയോളൂ, ഞാൻ ചക്ക മറുപടി കൊടുത്തനാ. കേട്ടാ ഇവിടെ ആരും എന്താ? അതെ, ഇതിവിടെ തരാൻ പറഞ്ഞായിരുന്നു. എന്താ ആരോ പറഞ്ഞ? ഇവിടുത്തെ അംബിസാർ പറഞ്ഞത്. പൈസയോ പിടിച്ചേ? അല്ല, മെമ്പർ പറഞ്ഞു ഇവിടെ തരാൻ. ഇല്ലല്ല, മെമ്പർ അങ്ങനെ പറയില്ല ഇവിടെ തരാനായി. ഇല്ല, പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവന്നത്. അമ്പിളിച്ചേട്ടനാണോ? അതെ. ഇല്ല, അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ പൈസ ഒന്നും കൊണ്ടുതരാൻ പറയില്ല. ഇല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഏൽപ്പിച്ചാൽ മതി. എന്റെ അമ്പിളിച്ചേട്ടൻ അങ്ങനത്തെ ആളല്ല. പിന്നെ ഞാൻ എന്തിനാന്നേ കൊണ്ടുവന്ന? പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. അതിങ്ങനെ ശരിയാവുന്നേ. എന്റെ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ പൈസ ഒന്നും വാങ്ങിച്ച് ഇവിടെ കൊണ്ടുതരാൻ പറയണ ആളേ അല്ല. അതുകൊണ്ട് ഇത് എന്തായാലും ഇവിടെ വാങ്ങിക്കാൻ പറ്റില്ല. എന്നോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത് ഞാൻ. ഈ പൈസ ഇവിടെ വാങ്ങിക്കാൻ പറ്റില്ല മാഡം, ഒന്ന് മനസ്സിലാക്കി പറയുന്നത്. മെമ്പർ ഇവിടെ ഇല്ലെങ്കിലും വൈഫ് ഉണ്ടാവും, കയ്യിൽ കൊടുത്തിട്ട് പോയേക്കാൻ പറഞ്ഞു. അത് കാരണം ഞാൻ കൊണ്ടുവന്നത്. ആര് വിളിച്ചു പറഞ്ഞു? അമ്പിളി. എന്റെ അമ്പിളിച്ചേട്ടൻ? അതെ. എന്റെ അമ്പിളിച്ചേട്ടൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞു ഈ കാശ് ഇവിടെ കൊണ്ടുതരാൻ? അതെ കുട്ടി. ഒരിക്കലും സംഭവിക്കില്ല മാഡം. എന്റെ അമ്പിളിച്ചേട്ടൻ അങ്ങനെ പറയേ ഇല്ല. എന്റെ ഫോണിൽ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാ. ഇത് എന്തോ ആരോ പറ്റിച്ചതായിരിക്കും, അല്ലാണ്ട് ഈ സംഭവം ഇങ്ങനെ ചെയ്യില്ല. അത് ഉറപ്പാ എനിക്ക്. ഇല്ല മോളെ, എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവന്നത്. എങ്ങനെ എന്റെ അമ്പിളിച്ചേട്ടൻ നിങ്ങളെ ഫോൺ ചെയ്തു? അതെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞില്ല ഈ കാശ് കൊണ്ടുപോയേ, തിരിച്ചു കൊണ്ടുപോയേ. എനിക്കിവിടെ ആവശ്യമില്ലത്. മോളെ, എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു ഇവിടെ തരാൻ. ആ തങ്ക ചേച്ചി കുഴഞ്ഞു മറിയും. അയ്യോ, സുഷമ ടീച്ചറല്ലേ? അതെ. ടീച്ചർ തന്നെ മനസ്സിലായോ? അറിയോ? ഓർക്കണില്ല ഞാന്. ടീച്ചറെ തങ്കം 8 സീല് പഠിച്ച. ഓ, തങ്കം, കനകന്റെ പെങ്ങള്. ഓ, ഇത് മോളാണോ? മോളെത്രയിലാ പഠിക്കണേ? ആ, എന്താ ടീച്ചർ ഇവിടെ? എന്താ പ്രശ്നം? ഒന്നും പറയണ്ട തങ്കം ചേച്ചി. ഇതേ ടീച്ചർ ഒരു കവറിൽ പൈസ ഇട്ട് വന്നിരിക്കുക ഇവിടെ തരാൻ പറഞ്ഞിട്ട്. എന്റെ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു എന്നാ പറയണ. അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ പൈസ കൊണ്ട് തരാൻ പറയോ? തങ്കം ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്താ ടീച്ചറെ കാര്യം? എന്താ മോളെ, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് താമസം മാറ്റിയേ. എവിടെ?
പാങ്ങോട് ഹോസ്പിറ്റലിന്റെ പിറകിലായിട്ട് എന്ന് കുറച്ച് നാളായി. അപ്പോൾ അതിന്റെ കുറച്ച് എക്സ്റ്റൻഷൻ വർക്ക് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പൊ അതിന് പഞ്ചായത്ത് പഴയ വീടായിരുന്നോ? അതെ അതെ അതെ. അപ്പോൾ പഞ്ചായത്തിന്റെ അനുമതി വേണമായിരുന്നു അതിന്. അങ്ങനെ ഞാൻ മെമ്പറെ കാണാൻ ഇവിടെ വന്നപ്പോൾ മെമ്പർ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ട് എൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാ പോയത്. അപ്പോൾ എനിക്ക് മെമ്പർ വിളിച്ചിട്ട് എക്സ്റ്റൻഷൻ വർക്കിന് സാങ്ഷൻ ആക്കണേന് എന്തിനാ പൈസ എന്തിനാ അതിന്റെ ആവശ്യമില്ല. അമ്പിളിച്ചേട്ടൻ അങ്ങനെ പൈസ കൊണ്ടുവരാൻ പറയോ? അല്ല മോളെ, എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞതാ. ഇതെന്താന്നറിയോ, അമ്പിളിക്കുട്ടൻ ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. വേറെ എന്തെങ്കിലും ആയിരിക്കും ടീച്ചറെ പറഞ്ഞേ? ഇല്ല 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 ഇല്ല, ഇത് തന്നെയാ പറഞ്ഞത്. എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞതാ അത്. ഇല്ല അമ്പിളിച്ചേട്ടൻ നിങ്ങളെ ഫോൺ ചെയ്യാൻ ഒരു വഴിയും ഇല്ല. ഒരു കാര്യം ചെയ്യുന്ന ഞാൻ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഒന്ന് വിളിച്ചേ. അതെ ഇനി ശരിയാവൂല. അലമ്പാവും. എന്താ ക്ലീറ്റോ, ഇത് മനസ്സിലായോ? ഇല്ല. നമ്മുടെ ടീച്ചറാ. എവിടെ? സ്കൂളിലെയോ? എന്റെ ഭർത്താവാ, നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചേ. നമസ്കാരം ടീച്ചറെ. ക്ലീറ്റോ, ഈ പഞ്ചായത്തില് വീട് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എന്തെങ്കിലും കൊടുക്കണോ? പൈസ കൊടുക്കണം. അതിൽ ചെറിയൊരു ഫീസ് കൊടുക്കണം. എത്ര രൂപ? അത് 10-100 രൂപയ്ക്കകത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ 10,000 രൂപയൊന്നും വേണ്ടല്ലോ. എന്തിനാ 10,000 രൂപ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്പിളിക്കുട്ടൻ ചേട്ടൻ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു പൈസ കൊണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി, എന്നാ അത് ചെയ്തു തരാന്ന് പറഞ്ഞു. എത്ര രൂപ? 10,000 രൂപ. അല്ല അത് ഇപ്പൊ അമ്പിളിക്കുട്ടൻ പറഞ്ഞോ? അമ്പിളിക്കുട്ടൻ അങ്ങനെ പറയില്ല. ടീച്ചർ പൈസ ആയിട്ട് വന്നതാണല്ലേ? അതെ, ഞാൻ വിളിച്ചു ചോദിക്കാൻ വേണ്ടി അതല്ല എന്താന്ന് അറിയണ്ടോ ക്ലീറ്റോ? ഒരു മിനിറ്റ് കേട്ടോ. ഒരു നിമിഷം ടീച്ചർ. എന്തോ പെണ്ണെ, എന്താ അതെന്തായിരിക്കും ക്ലീറ്റോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കില്ലേ, പ്രാരാബ്ദം ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ മനുഷ്യരാരായാലും അറിയാതെ ചെയ്തു പോകും. എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ പിന്നെ ചുമ്മാ ടീച്ചർ പൈസ കൊണ്ട് വരുമോ? വരില്ലല്ലോ. ഇതിപ്പം സംഭവിച്ചു. ഇനി ഇതിപ്പോ അമ്പിളിക്കുട്ടനെ വിളിച്ചു ചോദിച്ചാൽ അവന് വിൽക്കാനും വിഴുങ്ങാനും വരില്ല. അവൻ രാഖിയുടെ മുമ്പ് 4, നമ്മുടെയൊക്കെ 3 ടീച്ചറിന്റെ മുമ്പ് 4 ടീച്ചറിന് ഇങ്ങനെ കാര്യം നടത്തി കൊടുക്കണ്ടേ? ടീച്ചറിന്റെ മുമ്പിൽ എന്താ പറയാ? ടീച്ചറിന്റെ കാര്യം ഞാൻ ശരിയായി കൊടുത്താൽ കുഴപ്പം തീരില്ലേ? പ്രശ്നം തീരില്ലേ? എങ്ങനെ? ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ ഇത്. പിന്നെ ഞാൻ ചെയ്തു കൊടുക്കാം. പിന്നെന്താ, എനിക്കെന്താ ബുദ്ധിമുട്ട്? പിന്നെന്താ, വിളിച്ചു പറഞ്ഞോ. ടീച്ചറെ ഒന്നിങ്ങ് വരൂ. രാഗി വിളിക്കണ്ട കേട്ടോ, അമ്പിളിക്കുട്ടൻ ഞാൻ വിളിക്കണ്ട. വേറെ സംഗതിയാ. കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ടീച്ചറെ, ഈ സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ പലതിലേക്കും കൊണ്ടെത്തിക്കണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വെച്ചിട്ട് ടീച്ചർ പൈസ ചിലവാക്കണ്ട. പൈസ അവിടെ പഞ്ചായത്തിൽ അടയ്ക്കണം, 10,000 രൂപ അടയ്ക്കണം. അത് ഓർമ്മയില്ലായിരുന്നു, അതുകൊണ്ടിട്ട് സംഭവിച്ചു. ക്ലീറ്റോ അന്നേരം ഓർത്തില്ല. പക്ഷെ ഇപ്പോൾ ക്ലീറ്റോ ചെയ്ത് തരും. പൈസ പൈസ അടച്ച് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്, ഇല്ലാതെ ചെയ്യണവരുമുണ്ട്. ഞാനൊന്ന് വിളിച്ച് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞാൽ ചെയ്തു തരാവുന്ന കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ വിളിച്ച് പറയാം സെക്രട്ടറിയെ. ടീച്ചർ എന്ന് സെക്രട്ടറി ഒന്ന് കണ്ട് കാര്യം പറയുമ്പോൾ തന്നെ അപ്പോൾ ഒപ്പിട്ട് തരും. സന്തോഷമായി. എന്നാ പിന്നെ ഈ കാശ് മോൻ പിടിച്ചോ. എന്താണ് ടീച്ചറെ ഇത്? അതൊന്നും വേണ്ട, അന്ന് ശരിയുള്ള കാര്യങ്ങളല്ല. മാത്രമല്ല, എൻ്റെ ഭാര്യയെ പഠിപ്പിച്ച ടീച്ചർ, അതെ ഈ പൈസ ഉണ്ടല്ലോ, എൻ്റെ ഭാര്യ തങ്കത്തിൻ്റെ ഗുരുദക്ഷിണായിട്ട് ടീച്ചറങ്ങ് വെച്ചാ. മോനെ, ഈ ഭാഗ്യവതിയാട്ടോ, ഇത്ര നല്ലൊരു മോനെ കിട്ടിയല്ലോ മോൾക്ക്. എന്നാ പിന്നെ ഞാൻ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. മോൻ വിളിച്ചേക്കോല്ലേ? ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ചെന്ന് കണ്ടാൽ മതി. ശരി. ക്ലീറ്റോന്റെ ദൈവമാണ് ക്ലീറ്റോ. ഇതൊന്നുമല്ല, ഒരു ഭർത്താവിൻ്റെ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. എടുക്ക്, ചായ എടുക്ക്. വാ മോനെ. Alien versus Alien.